ഇപ്പോൾ കേരളത്തിൽ തന്നെ നോക്കിയാൽ അറിയാമല്ലോ, ഇവിടുത്തെ മുഖ്യമന്ത്രിയേക്കാളും സൗന്ദര്യം പ്രതിപക്ഷ നേതാവാണ്. ഫിസിക്കലായിട്ടല്ല പറഞ്ഞത്, ആശയപരമായിട്ട് ഉയർത്തിപ്പിടിക്കുന്ന ആശയങ്ങൾ, ആ ആശയങ്ങളുമായി വെച്ച് നോക്കുമ്പോൾ മുഖ്യമന്ത്രിയെക്കാളും ആശയപരമായിട്ടുള്ള സൗന്ദര്യം പ്രതിപക്ഷ നേതാവ് വിയോജിക്കാനുള്ള അവകാശം ഇന്ത്യയിലുണ്ട്. അതുകൊണ്ടാണ് പ്രതിപക്ഷ നേതാവുള്ളത്. ലോക്സഭയിലായാലും മറ്റ് പ്രാദേശിക സമിതികളിലായാലൊക്കെ പ്രതിപക്ഷമുണ്ട്. പ്രതിപക്ഷമാണ് ജനാധിപത്യത്തിൻ്റെ സൗന്ദര്യം. ഭരണപക്ഷത്തേക്കാളും പലപ്പോഴും പ്രതിപക്ഷത്തിന് സൗന്ദര്യം ഉണ്ടാകുന്നു. ഇപ്പോൾ കേരളത്തിൽ തന്നെ നോക്കിയാൽ അറിയാമല്ലോ, ഇവിടുത്തെ മുഖ്യമന്ത്രിയേക്കാളും സൗന്ദര്യം പ്രതിപക്ഷ നേതാവാണ്. ഫിസിക്കലായിട്ടല്ല പറഞ്ഞത്, ആശയപരമായിട്ട് ഉയർത്തിപ്പിടിക്കുന്ന ആശയങ്ങൾ, ആ ആശയങ്ങളുമായി വെച്ച് നോക്കുമ്പോൾ മുഖ്യമന്ത്രിയെക്കാളും ആശയപരമായിട്ടുള്ള സൗന്ദര്യം പ്രതിപക്ഷ നേതാവ് ഉയർത്തുന്നുണ്ട്. അത് നമ്മുടെ ജനാധിപത്യത്തിൻ്റെ വിജയമാണ്. പക്ഷെ ഇപ്പോൾ ആ ജനാധിപത്യം പോലും ഇപ്പോൾ ഇവിടെ നേരിട്ടുകൊണ്ടിരിക്കുന്ന വെല്ലുവിളികൾ, അതാണ് ഇപ്പോൾ നമുക്ക് ഒരു പ്രയാസം ഉണ്ടാക്കുന്നത്. നമ്മുടെ ഭരണഘടന 4 തൂണുകളുണ്ട്: ലെജിസ്ലേറ്റീവ്, എക്സിക്യൂട്ടീവ്, ജുഡീഷ്യറി, പിന്നെ മീഡിയ. ഇതൊക്കെ തന്നെ ഭീഷണി നേരിടുകയാണ്. ലെജിസ്ലേറ്റീവിൻ്റെ കാര്യം പറയാൻ നമ്മുടെ പ്രതിപക്ഷ നേതാവ്, ലോക്സഭ പ്രതിപക്ഷ നേതാവ് ലെജിസ്ലേച്ചറിൽ സംരക്ഷിക്കാനാണ് അദ്ദേഹം ഇപ്പോൾ യാത്ര നടത്തിക്കൊണ്ടിരിക്കുന്നു. വോട്ട് ചോരി യാത്ര രാജ്യത്ത് നേരിടുന്ന ഏറ്റവും വലിയ ഭീഷണി അതാണ്. നമ്മുടെ ജനാധിപത്യത്തിൻ്റെ ആ ഒരു മാറ്റുരക്കൽ നടക്കുന്ന വേദിയാണല്ലോ പാർലമെന്റ് നിയമസഭകളൊക്കെ. അതിനൊക്കെ തന്നെ ഭരണകൂടം അവരുടെ ഇംഗിതത്തിനനുസരിച്ചും ഇച്ഛക്കനുസരിച്ചും വ്യാഖ്യാനിക്കുകയും അവിടെയൊക്കെ ആധിപത്യം നേടുവാനും ശ്രമിക്കുന്നു. വോട്ട് ചോരി അടക്കമുള്ള ഏറ്റവും വലിയ ഭീഷണി നിറഞ്ഞുള്ള സാഹചര്യം. അതാണ് ഇപ്പോൾ ലെജിസ്ലേച്ചർ ഇപ്പോൾ നമ്മൾ മുന്നിലുള്ളത്. എക്സിക്യൂട്ടീവ് അങ്ങനെ തന്നെയാണ്. അതിലൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്ന നിയമനങ്ങൾ വിദ്യാഭ്യാസ മേഖലയിൽ, അതുപോലെ തന്നെ പോലീസിൽ, ഏത് ഡിപ്പാർട്ട്മെൻറ്റിലായാലും ഫാസിസ്റ്റുകളെ തിരികെ കയറ്റുന്ന സമീപനമാണ് രാജ്യത്തെ എക്സിക്യൂട്ടീവിൽ നടക്കുന്നത്. ജുഡീഷ്യറിയിൽ പല സുപ്രീം കോടതി ജസ്റ്റിസുമാർ, പ്രത്യേകിച്ച് റിട്ടയർ ചെയ്തവരൊക്കെ, അവർക്ക് ഈ ജുഡീഷ്യറിയിൽ നടക്കുന്ന പക്ഷപാതിത്വത്തിനെതിരെ പ്രതികരിച്ചുകൊണ്ടിരിക്കുന്നു. അതൊക്കെ ഉണ്ടാക്കുന്ന ആ അസ്ഥിരത പ്രധാനമാണ്. പിന്നെ ഉള്ളത് മീഡിയയാണ്. മീഡിയ 4ാം കണ്ണ് 5ാം കണ്ണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മീഡിയയെ പലപ്പോഴും നമ്മൾ പൊക്കി പറയാറുണ്ട്. പക്ഷെ ഇപ്പോൾ അതും പറ്റുന്നില്ല. കാരണം മീഡിയ പലപ്പോഴും വിലക്കെടുക്കപ്പെടുന്നു. ഒന്നുകിൽ ഭയപ്പെടുത്തി അവരെ ഒപ്പം കൊണ്ട് നടക്കുന്നു, അല്ലെങ്കിൽ അവരെ പ്രലോഭിപ്പിച്ച് കൂടെ കൂട്ടുന്നു. ഇതാണിപ്പോൾ മീഡിയ രംഗത്തും നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ അസ്ഥിരതകളും ഈ അസമത്വങ്ങളും ഇതൊക്കെ തന്നെ അവസാനിപ്പിക്കാനുള്ള മാർഗമാണ് നമ്മൾ അവലംബിക്കേണ്ടത്. അപ്പോൾ അതിനൊക്കെ അടിസ്ഥാനം നമ്മുടെ ഭരണഘടനയുടെ മൂല്യങ്ങളെ ഊട്ടിയുറപ്പിക്കാൻ ഡോക്ടർ അംബേദ്കർ ഭരണഘടനാ ശില്പിയാണ്. അദ്ദേഹത്തിൻ്റെ ഒരു വാക്കുകൂടി പറഞ്ഞു വേണ്ടി അവസാനിപ്പിക്കുകയാണ്. അദ്ദേഹം പറഞ്ഞു, ഭരണഘടന വലിയ മോശമില്ല, നല്ല ഭരണഘടനയാണ് ഇന്ത്യയുടെ ഭരണഘടന. പക്ഷേ ഈ ഭരണഘടന കൈകാര്യം ചെയ്യുന്ന ഒരു മോശക്കാരായാൽ ഭരണഘടനയും മോശമാകും എന്ന് മഹാനായ അംബേദ്കർ പറഞ്ഞു. ഇന്ന് അതിലൂടെയാണോ നമ്മൾ പോകുന്നതെന്നുള്ള വേദനയാണ് ഉള്ളത്. അപ്പോൾ ഏറ്റവും നല്ലവരായവരെ ഭരണഘടന കൈകാര്യം ചെയ്യാൻ ഏൽപ്പിക്കുക എന്നുള്ളതാണ് ജനാധിപത്യത്തെ സംരക്ഷിക്കുവാനുള്ള മാർഗം എന്ന് മാത്രം ഇത് പങ്കുവെച്ചുകൊണ്ട് ഈ പരിപാടിയുടെ പങ്കുവെച്ചവരുടെ ഉദ്ഘാടനം നിർവഹിക്കുന്നു. നന്ദി. ജയ്.